എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ഫേക്ക് ലൂഫി അവൻ ചാടി എഴുന്നേറ്റ് ലൂഫി ഇടിക്കാൻ തയ്യാറാവാണ്. കാര്യം വഷളാകുവാണെന്ന് മനസ്സിലായ നമ്മുടെ റിയൽ ലൂഫി അവനിപ്പോ ഫേക്കിനെ നോക്കി അങ്ങനെ നിന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അതായത് മണിക്കൂറുകൾക്ക് മുൻപ് ലൂഫി അവൻ സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് എത്തിയ ആ ഒരു രംഗം. നമ്മുടെ പ്രിൻസസും അവളുടെ ടീമുമാണ് അവനെ അവിടേക്ക് എത്തിച്ചത്. പക്ഷേ സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടായിരിക്കും അവനെ ഡ്രോപ്പ് ചെയ്യുക. കാരണം പ്രിൻസസും ലൂഫിയും തമ്മിലുള്ള കണക്ഷൻസ് അത് മറ്റുള്ളവരറിഞ്ഞ രണ്ടുപേർക്കും അത് വലിയ പ്രശ്നമാണ്. ഉടനെ പ്രിൻസസ് ആണെങ്കിൽ ഒരുപാട് തുണിയും ടവലും ജാക്കറ്റും ഒക്കെ അവന്റെ ബോഡിയിൽ ഇട്ട് കൊടുക്കും. ആരും നിന്നെ തിരിച്ചറിയാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞിട്ടാണ് നീ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്. സോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. എങ്ങനെയുള്ള സമയത്ത് നിന്റെ ടീമിലുള്ളവരോട് എന്റെ അന്വേഷണം പറയണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ എനിക്ക് ഇൻഫർമേഷൻ തരണം. നിനക്ക് 5 വർഷത്തേക്കുള്ള തുണി, സ്നാക്സ്, ബ്രഷ്, പേസ്റ്റ്, സോപ്പ് അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം തന്നെ വലിയൊരു തുണിയിൽ ഭാണ്ഡം പോലെ ചുറ്റിക്കെട്ടി ഇപ്പൊ ലൂഫിയുടെ തോളത്ത് വെച്ച് കൊടുക്കുകയാണ്. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ട് ചത്താ മതിയെന്നാവും. ടാറ്റ ബൈബി ഒക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ലൂഫി അവൻ സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് വരികയാണ്. ലൂഫി ആണെങ്കിൽ ഒരു ചെറിയ ബോട്ടിലാണ് തീരത്തേക്ക് അടുക്കുക. ലൂഫിയുടെ ബോട്ട് ദൂരേക്ക് പോകുന്തോറും നമ്മുടെ പ്രിൻസസ് അവള് നിലവിളിച്ചു പറയും, ലൂഫി സേഫ് ആയിട്ടിരിക്കണം, ഇത് നോക്കണം, ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങളിലും പോയി തലയിടരുത് എന്നിങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ ആ ഫേക്ക് ലൂഫി അവൻ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത്, നീ അറിഞ്ഞോണ്ടല്ലേ എന്റെ ബോഡിയിൽ ഇടിച്ചത്, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബോഡിയിൽ തട്ടുന്നൊക്കെ ചോദിച്ച് അങ്ങനെ മുരച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഷാക്കിയുടെ ബാറിൽ നമ്മുടെ സാഞ്ചി വന്ന് ലിക്കറൊക്കെ അടിച്ച് അങ്ങനെ റിലാക്സ് ചെയ്യാണ്. അവനാണെങ്കിൽ ഭയങ്കര വിഷമം. കാരണം സോറോ അവൻ സാഞ്ചിയെ കഴിഞ്ഞു ഫസ്റ്റ് അവിടെ എത്തി. ഷാക്കി പറയും സോറോ മാത്രമല്ല ഫ്രാങ്കി അവനും ഇവിടേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. അവൻ ഇവിടേക്ക് വന്ന ഉടൻ കപ്പലിന്റെ അടുത്തേക്ക് പോയതാണ്. പിന്നീട് അവനെ ഞാൻ കണ്ടിട്ടില്ല. സാഞ്ചിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും. 1000 സണ്ണി കപ്പലോ, അതിപ്പോ എവിടെയുണ്ട്, കപ്പല് സേഫ് ആണോ? അതിനവള് പറയും കപ്പലിനൊരു പോറല് പോലും ഏറ്റിട്ടില്ല. ഡുവലും അവന്റെ ടീമും അവർ ഇത്രയും നാൾ കട്ടയ്ക്ക് നിന്ന് ആ കപ്പലിനെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ആക്ച്വലി ഡുവലിപ്പോ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരുപാട് അടിയിടിയൊക്കെ വാങ്ങി അരുക്കു പറ്റി റെസ്റ്റിലാണെന്ന് പറയും. സാഞ്ചിക്കാണെങ്കിൽ ഒത്തിരി വിഷമായി അവനെ കാണാൻ വരികയാണ്. ഡോലു പറയും അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അതിനു പകരമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഹെൽപ്പെങ്കിലും ഞാൻ ചെയ്യണ്ടേ? ഒരുപാട് പേര് നിങ്ങളുടെ കപ്പൽ തകർക്കാനും ഹൈജാക്ക് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. പക്ഷെ ഞാനും എന്റെ ഫ്രണ്ട്സും ഞങ്ങൾ കട്ടയ്ക്ക് നിന്ന് അവരൊക്കെ റെസിസ്റ്റ് ചെയ്തു. ഞാനിപ്പോ ഈ ഗതിയിലുമായി. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൻ കരയാണ്. ഇവനാണെങ്കിൽ അവന്റെ കഥ നിർത്താതെ പറയും. ഉടനെ ഷാഗി പറയും മൂന്നാമത് വന്നത് നാമിയാണ്. നാമിയുടെ പേര് കേൾക്കേണ്ട താമസം സാഞ്ചി ചാടി വന്ന് ആന്റിയോട് ചോദിക്കും അവളിപ്പോ എവിടെയുണ്ട്, എവിടേക്ക് പോയി? അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു മുൻപ് അവൾ ഷോപ്പിംഗ് മാളിലേക്ക് പോയി. നാമിക്ക് ശേഷം വന്നത് ഉസോപ്പും ചോപ്പറും ആണ്. ഇന്ന് രാവിലെ ബ്രൂക്കോ ഇവിടേക്ക് എത്തി. ബ്രൂക്കിന്റെ ഒരു പ്രോഗ്രാം ഈ ഐലാൻഡിൽ നടക്കുന്നുണ്ട്. ഇനി മിച്ചമുള്ളത് 2 പേരാണ്. റോബിനും നിങ്ങളുടെ ടീം ക്യാപ്റ്റനായിട്ടുള്ള ലൂഫിയും. അവർ 2 പേരും കൂടെ ആയ എല്ലാവരും ആയി. അത് കേട്ട് റെയിലി പറയും നിങ്ങളുടെ ആ പഴയ ടീം അത് ഒരുമിച്ച് കൂടുന്നത് കാണാനാണ് ഞാനും ആവേശത്തോടു കൂടെ കാത്തിരിക്കുന്നത്. സാഞ്ചിക്കാണെങ്കിൽ റെയിലിയെ കണ്ട് ഭയങ്കര അത്ഭുതമാവും. റെയിലിയെ പോലെ അത്രയും വലിയൊരു ലെജൻഡിന്റെ കയ്യിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയ ലൂഫി അവൻ ശരിക്കും ഭാഗ്യവാനാണെന്നൊക്കെ ചിന്തിച്ചിരിക്കും. അപ്പോഴായിരിക്കും റെയിലി പറയാ, ആക്ച്വലി ഞാൻ ലൂഫിയെ കണ്ടിട്ട് 6 മാസമായി. ഞാൻ 1.5 വർഷം മാത്രമാണ് അവന് ട്രെയിനിങ് കൊടുത്തത്. ബാക്കി 6 മാസക്കാലം അവൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് ട്രെയിനിങ് എടുത്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ചോപ്പർ കൂട്ടൻ അവനാണെങ്കിൽ ഒരു ക്യാൻഡി ഒക്കെ കടിച്ചു പറിച്ച് മുൻപിലേക്ക് വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് 2 പൈററ്റ്സ് പൊരിഞ്ഞ അട്ടയിടി ബഹളം. ആക്ച്വലി വൈറ്റ് ബേർഡ് മരിച്ചതിന് ശേഷം ജനങ്ങൾ എല്ലാവരും കരുതിയത് പൈററ്റ്സുകളുടെ ആക്രമണം അത് കുറയുമെന്നാണ്. പക്ഷേ വൈറ്റ് ബിയർഡ് പോയതിനു ശേഷമാണ് ഇപ്പൊ പൈററ്റ്സുകളുടെ പോണ്ട് വിളയാട്ടം കൂടി വരുന്നത്. അപ്പൊ ദൂരത്തു നിന്നായിട്ട് ഒരു ടീം അവിടേക്ക് നടന്നു വരും. ആ ടീമിനെ കണ്ട് ചുറ്റുമുള്ളവരും പറയും അതാണ് 2 വർഷങ്ങൾക്ക് മുൻപ് ഡിസപ്പിയർ ആയിപ്പോയ ആ സ്ട്രോഹാർ ലൂഫിയാൻ ടീം. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ എടുത്തു ചാടി ആവേശത്തില് ഇപ്പൊ ലൂഫിയെ നോക്കും. അത് റിയൽ ലൂഫി അല്ല, മറിച്ച് ആ ഡ്യൂപ്ലിക്കേറ്റ് ലൂഫിയും അവന്റെ ടീമുമാണ്. അവരെ കാണേണ്ട അടുത്ത സെക്കൻഡ് ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ 2 പൈററ്റ്സ് അവർ ഫൈറ്റ് ഒക്കെ നിർത്തി ദൂരേക്ക് മാറി നിൽക്കും. പാവൻ ചോപ്പറിനാണെങ്കിൽ അവരെ തിരിച്ചറിയാനാവില്ല. അവര് ശരിക്കും ലൂഫി ടീം ആണെന്ന് കരുതി ചോപ്പറാണെങ്കിൽ അവരുടെ പിന്നാലെ ഓടും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് റോബിനെ പിടിക്കാനായിട്ട് 2 പേര് അവരിപ്പോ റോബിനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. റോബിൻ അവരുടെ കണ്ണു വെട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു മാറും. ഇവിടെ സാഞ്ചിയാണെങ്കിൽ റോബിനെയും നാമിയെയും കാണാനുള്ള ആവേശത്തില് അവിടെ മുഴുവൻ ഓടി നടക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഫേക്ക് ലൂഫി അവനാണെങ്കിൽ
റിയൽ ലൂഫിയുടെ തലയിൽ ഒരു ഗണ്ണ് വെച്ച്, നിനക്ക് ഞാൻ ആരാണെന്നറിയോ? ഞാനാണ് 400 മില്യൺ ബെറി ബൗണ്ടിയുള്ള സ്ട്രോ ഹാറ്റ് ലൂഫി. മര്യാദയ്ക്ക് നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്നോട് മാപ്പ് പറ. അത് കണ്ട് ചുറ്റുമുള്ള ജനങ്ങള് പേടിച്ച് അവരെ നോക്കും. ഫേക്ക് ലൂഫിയുടെ ടീംമേറ്റ്സ് അവര് പറയും, നേരത്തെ ഒരു നീണ്ട മൂക്കനും പെണ്ണും അവർ രണ്ടുപേരും ചേർന്ന് ഞങ്ങളുടെ ബോസ് ലൂഫിയെ കളിയാക്കാനും ഇൻസൾട്ട് ചെയ്യാനും ശ്രമിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ പണിഷ്മെന്റ് കൊടുത്തു. നീ ഒരു പൊടിപ്പയ്യനല്ലേ? ഇത്ര ചെറുപ്പത്തിലെ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമില്ലെങ്കിൽ മര്യാദയ്ക്ക് ബോസിനോട് മാപ്പ് പറ. അല്ലെങ്കിൽ ഞങ്ങളുടെ ബോസ് അദ്ദേഹം ഒറ്റ വെടിക്ക് നിന്റെ ഈ പെട്ടത്തല അത് അറിഞ്ചം പൊറഞ്ചം പൊട്ടി തെറിപ്പിച്ചു കളയും. ചുറ്റുമുള്ള ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര പേടി. അവരാണെങ്കിൽ നമ്മുടെ റിയൽ ലൂഫിയോട് വിളിച്ചു പറയും, പ്ലീസ് നീ അവരോട് സോറി പറ, അല്ലെങ്കിൽ നിന്റെ ജീവൻ അത് നിനക്ക് നഷ്ടപ്പെടും. ഉടനെ നമ്മുടെ ചെക്കനാണെങ്കിൽ സിമ്പിളായിട്ട് ഒരു സോറി പറഞ്ഞ് അങ്ങനെ ടേൺ ചെയ്യും. അപ്പൊ അവന്റെ പുറത്തുള്ള ഭാണ്ഡം അത് വീണ്ടും ആ ഫേക്ക് ലൂഫിയുടെ പുറത്ത് ആഞ്ഞെട്ടിക്കും. അവന്റെ കണ്ടോട് പോയി പല്ല് കടിച്ച് അവൻ ഗണ്ണെടുത്ത് നമ്മുടെ ലൂഫിയെ ആഞ്ഞൊരു വെടി. ഇവിടെ നമ്മുടെ ലൂഫി അവനിപ്പോ ആ ബുള്ളറ്റിന്റെ വരവ് അത് കറക്റ്റായിട്ട് കാണാൻ കഴിയും. അവൻ അതനുസരിച്ച് അവന്റെ ബോഡി മൂവ് ചെയ്ത് അതിൽ നിന്ന് എസ്കേപ്പ് ആവും. അതിനുശേഷം അങ്ങനെ ടേൺ ചെയ്ത് അവന്റെ ഹോക്കി പവർ വെച്ച് അവരെ എല്ലാവരെയും അവൻ തകർത്ത് താഴെയിടാണ്. ചുറ്റും ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും അതുകൊണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിൽക്കും. ഇവിടെ എന്താ സംഭവിച്ചേ? ആ ചെറിയ പയ്യൻ അവൻ അവരെ എന്തെങ്കിലും ചെയ്തതാണോ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അവരെ എന്തെങ്കിലും ചെയ്താണോ എന്നൊക്കെ ചിന്തിച്ച് അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇടാതെ സിമ്പിളായിട്ട് അവിടുന്ന് നടന്നു പോകും. മറ്റുള്ളവർ അവനെ മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഒരു കപ്പട മീശയൊക്കെ എടുത്ത് ചാർത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോപ്പർ അവനിപ്പോഴും വിടാതെ ആ ബാക്കിയുള്ള ഫേക്ക് ടീമിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹേയ്, എന്തു പറ്റി? നിങ്ങളെന്താ എന്നെ മൈൻഡ് ചെയ്യാത്ത? ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷൈ ആണോ? കുഴപ്പമൊന്നുമില്ല, തിരിഞ്ഞു നോക്ക്, ഇത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ ചോപ്പർ. അവർക്കാണെങ്കിൽ ചോപ്പർ അവരെ ഫോളോ ചെയ്യുന്നത് തീരെ ഇഷ്ടാവില്ല. ഇറിറ്റേറ്റ് ആയി അവരും ഇപ്പൊ ദേഷ്യപ്പെട്ട് മുറുമുറുക്കാൻ തുടങ്ങും. അവർക്കാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ഡൗട്ട് തോന്നും. അവരുടനെ കയ്യിലുണ്ടായിരുന്ന റിയൽ ലൂഫിയുടെ ടീമിന്റെ ആ വാണ്ടഡ് പോസ്റ്റർ അത് ചെക്ക് ചെയ്യും. ആ പോസ്റ്ററിനകത്ത് നമ്മുടെ ചോപ്പറിന്റെ ഫോട്ടോ അതവർ കാണുകയാണ്. അവർക്ക് പിടികിട്ടും ഇവൻ ശരിക്കും ആ സ്ട്രോ ഹാറ്റ് ലൂഫി ടീമിലെ ഒരു മെമ്പർ ആയിരുന്നുവെന്ന്. സ്ട്രോ ഹാറ്റ് ലൂഫി അവൻ മരിച്ചതിന് ശേഷം ഇവൻ ഈ ഐലാൻഡില് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ആ ഫേക്ക് റോബിനാണെങ്കിൽ ഇപ്പൊ വലിയൊരു ബുദ്ധി വിളിച്ചുണ്ടാവും. അവള് പറയും, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ നമ്മുടെ ടീമിൽ ചേർക്കാം. അപ്പൊ നമ്മുടെ ടീം കുറച്ചുകൂടെ സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫേക്ക് ചോപ്പർ പട്ടിക്കുട്ടിയെ അവൾ ചവിട്ടി ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം റിയൽ ചോപ്പറിന്റെ അടുത്തേക്ക് വരികയാണ്. അവൾ ചോപ്പറിനോട് സംസാരിക്കുന്ന കറക്റ്റ് ടൈം ആ പട്ടിക്കുട്ടി അത് കറങ്ങി വന്ന് അവളുടെ തലയിൽ കടിച്ചു പറിക്കും. അപ്പോഴായിരിക്കും മറ്റൊരു വമ്പ ട്വിസ്റ്റ്. റിയൽ റോബിനെ പിടിക്കാൻ വന്ന ആ രണ്ട് സെക്യൂരിറ്റീസ് അവരോടി വന്ന് ഫേക്ക് റോബിനെയും ഫേക്ക് ചോപ്പറിനെയും തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. ചോപ്പർ ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഓ മൈ ഗോഡ്, അവര് റോബിനെ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചോപ്പർ ടെൻഷനാവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ സാഞ്ചി ആണെങ്കിൽ ക്യൂട്ട് പെൺകുട്ടികളൊക്കെ വായി നോക്കി ഹായ് ആയിട്ട് ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് വരും. അവിടെ ഒന്നും അവൻ എക്സ്പെക്ട് ചെയ്ത പോലെ നല്ല ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല. ഉടനെ ഒരു ഗ്രാൻഡ് പറയും, അല്പം ദൂരത്തായിട്ട് ഒരു അടിപൊളി ഷോപ്പുണ്ട്, അവിടെ നീ ആഗ്രഹിക്കുന്ന പോലെ ഫ്രഷ് ഫിഷ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് സാഞ്ചി അവിടേക്ക് പറഞ്ഞയക്കും. അവനും ഇപ്പൊ ആ ഷോപ്പിലേക്ക് വരും. അവിടെ ഒരു വയസ്സായ അങ്കിള് അവൻ പോയി ആ പച്ചത്തലയൻ അവൻ പോയിന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് നിൽക്കും. സാഞ്ചി കാര്യം അന്വേഷിക്കും. അതിനാ കടക്കാരൻ പറയും, പച്ച മുടിയൊക്കെ വെച്ച് ഒരുത്തൻ അവൻ കുറച്ചു മുൻപ് ഇവിടേക്ക് വന്നു, അവന് ഫിഷിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഓക്കെ പറഞ്ഞ് അവനോട് എന്റെ ബോട്ടിൽ പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവൻ എന്റെ ബോട്ടിന് പകരം അടുത്തുണ്ടായിരുന്ന ഒരു പൈററ്റ് കപ്പലിലാണ് അറിയാതെ പോയി കിടന്നത്. ആ പൈററ്റ്സ് ആണെങ്കിൽ ന്യൂ വേൾഡിലേക്ക് പോകണമെന്നും പറഞ്ഞ് കപ്പലെടുത്ത് പോയി. സാഞ്ചിക്കാണെങ്കിൽ അപ്പാപ്പൻ പറയുന്ന അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് മറ്റാരുമല്ല, സാക്ഷാൽ സോറോ ആണെന്ന്. സോറോയുടെ വാണ്ടഡ് പോസ്റ്റർ എടുത്ത് അപ്പാപ്പന് കാണിക്കും. അപ്പാപ്പൻ അടിച്ചു പറയും, അതെ, ഇവൻ തന്നെയാണ് ആ കപ്പലിൽ പോയത്. അവനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. സാഞ്ചി കാഷ്വലായിട്ട് പറയും, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ആദ്യം ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കാണിച്ചതായോ. അടുത്ത നിമിഷം ഒരു കപ്പല് അത് രണ്ടായിട്ട് അങ്ങനെ തകർന്ന് കരയിലേക്ക് തെറിച്ച് വീഴുകയാണ്. ആ കപ്പലിന്റെ തകർച്ച അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആരോ ഒരാള് വലിയ സ്ക്വാഡ് എടുത്ത് അത് രണ്ടായിട്ട് വെട്ടിയതാണെന്ന്. വെട്ടിയത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ സോറോ ക്യാഷ്വലായിട്ട് ആ പൈററ്റ്സ് ടീമിനോട്, സോറി, ഞാൻ കയറിയത് ഒരു റോങ് കപ്പലിലാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.